മലങ്കര സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ എറണാകുളം പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ 17-ാം തീയതിക്ക് മുൻപ് തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുത്ത് ആ വിവരം സുപ്രീം കോടതിയെ അറിയിക്കുവാൻ യാക്കോബായ സഭാ നേതൃത്വം തീരുമാനമെടുത്തു. സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ഇവിടങ്ങളിൽ വേറെ പള്ളികളോ ചാപ്പലുകളോ സ്ഥാപിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ഓടക്കാലിയിൽ പാരിഷ് ഹാൾ പള്ളിയാക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും. പുളിന്താനത്ത് ഇതിനോടകം തന്നെ പള്ളി സ്ഥാപിക്കുവാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. മഴുവന്നൂരിൽ പുതിയ പള്ളി സ്ഥാപിക്കുവാൻ സ്ഥലത്തിന് അഡ്വാൻസ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലുള്ള 3 പള്ളികളിൽ ചെറുകുന്നം പള്ളിക്ക് ഇപ്പോൾ തന്നെ ബദലായി മറ്റൊരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു 2 സ്ഥലത്തും സ്ഥലം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഓടക്കാലി, ചെറുകുന്നം ഒഴിച്ച് മറ്റു 4 സ്ഥലങ്ങളിലും പുതിയ പള്ളികൾ സ്ഥാപിക്കുവാൻ അതാത് മേഖല ഭദ്രാസന ആസ്ഥാനത്ത് നിന്നും തുക കണ്ടെത്തി നൽകും. കൂടുതൽ ആവശ്യമായി വരുന്ന സംഖ്യ അതാത് ഇടവകകൾ കണ്ടെത്തേണ്ടതാണെന്നാണ് യാക്കോബായ നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം വഴക്കുകളും പിണക്കങ്ങളും മാറ്റിവെച്ച് മലങ്കര സഭ യോജിപ്പിന്റെ സമയമായെന്ന് പരിശുദ്ധ കത്തോലിക്ക ബാവ ആഹ്വാനം ചെയ്തത് ഒരു നല്ല സൂചന തന്നെയാണ്. 1958 എല്ലാ മുൻവിധികളും കോടതി വിധി പോലും മാറ്റിവെച്ച് വിഘടിച്ചുപോയ സഹോദരങ്ങളെ സഭയോട് ചേർത്ത് നിർത്തി മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു വലിയ ക്രൈസ്തവ സാക്ഷ്യം സമൂഹത്തിന് നൽകിയിരുന്നു. 2017 സുപ്രീം കോടതി വിധിയെ തുടർന്ന് കോലഞ്ചേരി പള്ളിയിൽ വെച്ച് അന്നത്തെ പരിശുദ്ധ കത്തോലിക്ക ബാവ നടത്തിയ സ്നേഹപൂർണമായ ഐക്യ സമാധാന ആഹ്വാനം കൈക്കൊള്ളാൻ യാക്കോബായ വിഭാഗം തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമാണ് ഈ തർക്കങ്ങളും വഴക്കുകളും. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി അനുസരിക്കുവാൻ യാക്കോബായ വിഭാഗം തയ്യാറായാൽ അനാവശ്യമായ വ്യവഹാരങ്ങൾ ഒഴിവാക്കി സമാധാനം ഉണ്ടാക്കാം. ഈ പ്രാവശ്യം കേരള സർക്കാരാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയത്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് നേടാൻ വേണ്ടി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് പൊതു ഖജനാവിൽ നിന്ന് ഭീമമായ തുക ചെലവഴിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. 2017 ജൂലൈ 3 വിധിയിൽ അന്തിമ വിധി തീർപ്പുണ്ടായ ഒരു കാര്യത്തിന് പിറകെ അന്യായമായി തുടർ വ്യവഹാരത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. മലങ്കര സഭയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുന്നത് ആഗ്രഹിക്കാത്ത പലരുമുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്തവരും ഒന്നായ മലങ്കര സഭ കേരളത്തിൽ വലിയൊരു ശക്തിയാണെന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഈ ഗണത്തിൽ പെടുന്നു. ഈ സത്യങ്ങളെ മനസ്സിലാക്കി എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും മാറ്റിവെച്ച് മലങ്കര സഭയിൽ ഐക്യവും വ്യവസ്ഥാപിത സമാധാനവും ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഇരു വിഭാഗങ്ങൾക്കും തല ഉയർത്തി നിൽക്കാം.